ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീമദ് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 34-ാം ദശകത്തിലെ 9-ാം ശ്ലോകത്തെ കാണാം. സോദര്യാ പ്രോക്തവാർത്താം വിവശ ദശമുഖാദിഷ്ടമാരീചമായ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതം അനുഗത പ്രാവതീർബാണഘാതം തന്മായാക്രന്ദ നിര്യാപിതഭവദനുജാം രാവണസ്താം അഹർഷീത് തേനാർത്തോപി ത്വം അന്ത കിമഭിമുദം അഥാസ്തദ്വധോപായലാഭാത്. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം. സോദര്യ പ്രോക്തവാർത്ത വിവശ ദശമുഖാദിഷ്ട മാരീച മായാസാരംഗം. സഹോദരിയാൽ പറയപ്പെട്ട വാക്കുകൾ നിമിത്തം പര്യാകുലനായ രാവണനാൽ ആജ്ഞാപിക്കപ്പെട്ട മാരീചനാകുന്ന മായാമൃഗം സാരസാക്ഷ്യ താമര ഇതൾ പോലെ മനോഹരങ്ങളായ നേത്രങ്ങളോടുകൂടിയ സീതാദേവിയാൽ സ്പൃഹിതം ആഗ്രഹിക്കപ്പെട്ടതാകയാൽ അനുഗത അതിനെ പിന്തുടർന്ന് ബാണഘാതം പ്രാവതീഹി ബാണം പ്രയോഗിച്ച് നിഗ്രഹിച്ചു. തൻ മായാക്രന്ദ നിര്യാപിത ഭവതനുജാം താം. ആ മാരീചന്റെ കപടകരച്ചിൽ കേട്ട് പറഞ്ഞയക്കപ്പെട്ട അങ്ങയുടെ അനുജനോടുകൂടിയ സീതാദേവിയെ രാവണ അഹാർഷീത് രാവണൻ അപഹരിച്ചു. തേന ത്വം ആർത്തഹാപി അത് നിമിത്തം അങ്ങ് ദുഃഖാർത്തനായി. എങ്കിലും തദ്വധോപായലാഭാത് അന്തഃ കിമഭിമുദം അഥാഹ അവനെ വധിക്കുവാനുള്ള കാരണം ലഭിക്കിയാൽ ഉള്ളിൽ അനിർവചനീയമായ സന്തോഷത്തെ ധരിച്ചു. മാരീചനോടു കൂടിയുള്ള രാവണന്റെ വരവിനെയും സീതാപഹരണ വൃത്താന്തത്തെയും വർണ്ണിക്കുന്ന ഈ ശ്ലോകത്തിലൂടെ ഖരദൂഷണാദികൾ എല്ലാവരും കാലപുരിയെ പ്രാപിച്ചത് കണ്ട് ശൂർപ്പണഖ തൻ്റെ ജ്യേഷ്ഠനായ രാവണന്റെ രാജധാനിയിലേക്ക് യാത്രയായി. അവിടെ എത്തിയ ഉടനെ രാവണന്റെ പാദങ്ങളിൽ വീണ് ഉറക്കെ നിലവിളിച്ചു. കൂർമ്മബുദ്ധിയായ ശൂർപ്പണഖ ഉണ്ടായ സംഭവങ്ങളെ വളച്ചൊടിച്ചാണ് രാവണനെ ധരിപ്പിച്ചത്. താൻ രാമനോടും ലക്ഷ്മണനോടും കാണിച്ച കാമാർത്തിയുടെ ശിക്ഷയാണ് തനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വൈരൂപ്യം എന്ന സത്യം മറച്ചുവെച്ചിട്ട് താൻ വനാന്തരത്തിൽ വച്ച് ഭൂലോകസുന്ദരിയായ സീതയെ കണ്ടുവെന്നും ആ സൗന്ദര്യധാമത്തെ വശീകരിച്ച് രാവണനെ കാഴ്ചവയ്ക്കുവാൻ താൻ നടത്തിയ ശ്രമത്തിൻ്റെ അനന്തരഫലമാണ് ഈ കാണുന്നത് എന്നുമാണ് അവർ രാവണനെ ധരിപ്പിച്ചത്. സീതാദേവിയുടെ അനിതര സാധാരണമായ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ട മാത്രയിൽ തന്നെ കാമാവേശം കൊണ്ട് രാവണൻ അതിപരവശനായി തീർന്നു. സീതയിൽ വല്ലാത്ത ആഗ്രഹം തോന്നി. ശൂർപ്പണഖയുടെ ഉദ്ദേശവും അതുതന്നെയായിരുന്നു. കാരണം തനിക്ക് അപമാനം നേരിട്ടതിന് പ്രതികാരം ചെയ്യണമെങ്കിൽ രാവണന്റെ മനസ്സിളക്കണം. രാവണൻ രജോഗുണം അധികരിച്ചവനാകയാൽ വല്ലാത്ത കാമവികാരമുള്ളവനാണ്. അതിനാൽ രാവണന്റെ മനസ്സ് കാമപാരമ്യതയിൽ എത്തത്തക്കവണ്ണം സീതയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ് ശൂർപ്പണഖ. ഉടനെ രാവണൻ സ്വമാതുലനായ മാരീചനെ സഹായത്തിനായി വിളിച്ചു. പർണശാലയിൽ നിന്ന് രാമലക്ഷ്മണന്മാരെ അകറ്റി സീതാദേവിയെ അപഹരിക്കുവാനായി പൊന്മാനായി വേഷം കെട്ടുവാനായി രാവണൻ ആജ്ഞാപിക്കുന്നു. പലവിധത്തിൽ രാമന്റെ മഹാത്മ്യത്തെ മാരീചൻ പറഞ്ഞു നോക്കിയെങ്കിലും വാൾ കൊണ്ട് വെട്ടിവീഴ്ത്തുമെന്ന് പറഞ്ഞതോടെ രാവണന്റെ കൈകൊണ്ടുള്ള മരണത്തേക്കാൾ രാമന്റെ കൈകൾ കൊണ്ടുള്ള മരണമാണ് തനിക്ക് ശ്രേയസ്കരമെന്ന് മാരീചൻ ചിന്തിച്ചു. അതിനാൽ സ്വർണമാനിന്റെ വേഷം ധരിച്ച്
ആ രാക്ഷസൻ പഞ്ചവടിയിൽ സീതാരാമ ലക്ഷ്മണന്മാരുടെ ആശ്രമ പരിസരത്തിൽ തുള്ളിക്കളിച്ചു തുടങ്ങി. സുവർണ മൃഗത്തെ കണ്ട മാത്രയിൽ അതിനെ കിട്ടിയാൽ കൊള്ളാമെന്ന സീതാദേവിയുടെ അഭിലാഷത്താൽ പ്രേരിതനായി ശ്രീരാമൻ വളരെ ദൂരം അതിനെ അനുഗമിച്ചു. പൊന്മാനിനെ കണ്ടപ്പോൾ സീതയിലുണ്ടായ അടങ്ങാത്ത ആഗ്രഹമാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമായി തീർന്നത്. വാൽമീകി രാമായണത്തിൽ ഇപ്രകാരം പറയുന്നു: അസംഭവം ഹേമമൃഗസ്യ ജന്മം തഥാപി ചേതോലുവേ. സ്വർണം കൊണ്ട് ഒരു മാനുണ്ടാവില്ല എന്നറിഞ്ഞിട്ടും മനസ്സ് മായയിൽ പെട്ടുപോയി. ജീവാത്മാവും പരമാത്മാവും ഒരുമിച്ച് സുഖമായി ഇരിക്കുമ്പോഴായിരുന്നു ജീവന് വിഷയത്തിൽ ആസക്തി തോന്നിയത്. എപ്പോൾ ജീവന് വിഷയത്തിൽ ആസക്തി തോന്നുന്നുവോ അപ്പോൾ ജീവൻ ഈശ്വരിൽ നിന്ന് അകന്നുപോകും, വിവേകം നഷ്ടമാകും. ഒന്നാമതായി, സ്വർണം കൊണ്ട് മാൻ ഉണ്ടാവില്ല എന്ന് ചിന്തിക്കാൻ തോന്നില്ല. അതുമാത്രമല്ല, കൊട്ടാരത്തിലെ എല്ലാ സുഖഭോഗങ്ങളെയും ഉപേക്ഷിച്ച് രാമൻ മാത്രമാണ് ആശ്രയം എന്ന ഭാവം പ്രാപിച്ചു. ആ സീതയ്ക്ക് സ്വർണമാനിൽ ആസക്തി തോന്നാമോ? അതായത്, എപ്പോഴാണോ ജീവാത്മാവിന് വിഷയങ്ങളിൽ ആസക്തി തോന്നുക അപ്പോൾ ഈശ്വരനെ മറക്കും. സർവേശ്വരനായ രാമൻ അടുത്തുള്ളപ്പോൾ ആ രാമനേക്കാൾ വലുതാണോ സ്വർണമാൻ? അസാധാരണക്കാരായ മഹാന്മാരുടെ സാധാരണ കൃത്യങ്ങൾ പോലും അസാധാരണമായിരിക്കും എന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തമാണ് രാമന്റെ മായാമൃഗാനുധാവനം. ലോകത്തിൽ സുവർണമൃഗം ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. എങ്കിലും മാരീചന്റെ മായാമൃഗരൂപത്തെ കണ്ട് സീത കൊതിച്ചു. മായയിൽ ഭ്രമിച്ച സീതയുടെ വാക്കുകേട്ട് അതിൻ്റെ പിന്നാലെ രാമൻ പോകുകയും ചെയ്തു. രാമൻ പല തടസ്സങ്ങൾ പറഞ്ഞ് തടയുവാൻ നോക്കിയെങ്കിലും ഒടുവിൽ അജ്ഞൻ എന്നതുപോലെ തന്നെ സീതയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. രാവണ നിഗ്രഹമാണല്ലോ രാമാവതാര ലക്ഷ്യം. വെറുതെയിരിക്കുന്ന രാവണനെ കാരണം കൂടാതെ ചെന്ന് നിഗ്രഹിക്കുന്നത് ശരിയല്ല. അതിന് തക്കതായ ഒരു ഉപായമായി കരുതി ഈ സാഹചര്യത്തെ. സൂക്ഷ്മാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ജീവൻ ഈ മായാപ്രപഞ്ചത്തിൽ പ്രവേശിച്ച് കഠിനമായ ദുഃഖാനുഭവത്തിൽ കടന്നാൽ മാത്രമേ അതിൻ്റെ വേരായ കാമത്തെ, അതായത് അജ്ഞാനത്തെ ഛേദിക്കുവാൻ സാധകന് കഴിയൂ. ഒടുവിൽ ആ മായാമൃഗത്തെ ജീവനോടുകൂടി പിടിക്കുവാൻ പ്രയാസമെന്ന് കണ്ട് ബാണം പ്രയോഗിച്ചു. രാമൻ അതിനെ വധിച്ചു. എന്നാൽ മരണസമയത്ത് പോലും മാരീചൻ ശ്രീരാമന്റെ സ്വരത്തിൽ ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്നുറക്കെ കപടമായി കരഞ്ഞുകൊണ്ട് ജീവനെ പരിത്യജിച്ചു. ആ കരച്ചിൽ കേട്ട് സീതാദേവി ആശ്രമത്തിൽ സ്വരക്ഷയ്ക്ക് വേണ്ടി സദാ ജാഗരൂകനായി സ്ഥിതി ചെയ്തിരുന്ന ലക്ഷ്മണനെ നിർബന്ധമായി പറഞ്ഞയച്ചു, കുത്തുവാക്കുകളുടെ പ്രയോഗത്തിലൂടെ. ഈ കുത്തുവാക്കുകളാണ് പിന്നീട് സീതയുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായി ഭവിച്ചത്. ലക്ഷ്മണൻ അകന്നുപോയ സമയം നോക്കി രാവണൻ ഭിക്ഷുരൂപത്തിൽ പ്രവേശിച്ച് ആശ്രമത്തിൽ നിന്ന് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി. മാരീചന്റെ സ്വർണമാനിന്റെ രൂപവും രാവണന്റെ ഭിക്ഷുരൂപവും വളരെ ആലോചനാമൃതമാണ്. മായയുടെ പ്രധാനപ്പെട്ട ഒരായുധമാണ് സ്വർണം. കനകവും കാമിനിയുമാണ് എല്ലാ കലഹങ്ങൾക്കും ലോകത്തിൽ കാരണമായിട്ടുള്ളത്. ഭാഗവത്തിൽ നമുക്ക് കാണാം, പരീക്ഷിത്ത് മഹാരാജാവ് കലിക്ക് 5ാമത്തെ ഇരിപ്പിടമായി നൽകിയത് സ്വർണത്തെയാണ്. സ്ത്രീ, ദൂതം, ചൂതം, സുരം ഈ 4ലേക്കും എത്തുവാനുള്ള വഴിയാണ് 5ാമതായ സ്വർണം. ഒരു സാധകൻ അറിയാതെ മായയിൽ പെട്ടുപോകുന്നതിനെയാണ് കവി നമുക്ക് മാരീചമായയിലൂടെ കാണിച്ചു തരുന്നത്. സൗന്ദര്യത്തെ പുകഴ്ത്തിക്കൊണ്ടും ത്യാഗമനോഭാവം കാണിച്ചുമാണ് ഇന്നും ഭക്തജനങ്ങളുടെ ദുർബലതകളെയും അറിവില്ലായ്മയും ലോകത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇതിനെയാണ് രാവണന്റെ ഭിക്ഷുവേഷത്തിലൂടെ കവി സൂചിപ്പിക്കുന്നത്.
അല്ലയോ ഗുരുവായൂരപ്പ, നിന്തിരുവടി അത്യന്തം ദുഃഖാർത്തനായി. എങ്കിലും രാവണനെ വധിക്കുവാനുള്ള ശരിയായ കാരണം കിട്ടിയതിനാൽ ഉള്ളിൽ അനിർവചനീയമായ സന്തോഷം വഹിക്കുകയാണ് ചെയ്തത്. ആത്മാരാമനായി സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന അങ്ങേക്ക് സീതാവിയോഗം നിമിത്തം യാതൊരു ദുഃഖത്തിനും അവകാശമില്ല തന്നെ. ഒരു നടൻ താൻ അണിയുന്ന വേഷങ്ങൾക്ക് അനുരൂപമായി ഓരോ ഭാവങ്ങളെ അഭിനയിക്കുന്നത് പോലെ സർവജ്ഞനായ ഭഗവാനും മാനുഷവേഷത്തിന് യോജിച്ച വിധത്തിൽ ഓരോ സന്ദർഭങ്ങളിൽ സന്താപങ്ങളെ അഭിനയിക്കുന്നു എന്നതേയുള്ളൂ. എന്തെന്നാൽ രാമാവതാരത്തിൻ്റെ മുഖ്യ പ്രയോജനം രാവണ നിഗ്രഹമാണല്ലോ. അതിന് ശരിയായ കാരണമായി സീതാപഹരണം. അതുപോലെ ആപത്തു വരുന്ന സമയം ധീരന്മാരുടെ മനസ്സുപോലും ചിലപ്പോൾ മലിനമാകും. ഇതിനെ കാണിക്കുന്നു. പ്രായസമാപന്ന വിപത്തികാലേ ചേതോ വിപുംസാം മലിനീഭവതി. ആപത്ത് സമയം ധീരന്മാരാണ് എങ്കിലും മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമാകും. ഈശ്വരൻ തന്നെയാണ് എങ്കിലും മനുഷ്യരൂപത്തിൽ വന്നു കഴിഞ്ഞാൽ വിനാശകാലത്തിൽ വിപരീത ബുദ്ധിയെ തോന്നുകയുള്ളൂ. ജീവാത്മാവിന് മായയിൽ താല്പര്യം തോന്നി. അതാണ് ചേതോബി. ഇതോടെ ഈശ്വരനിൽ നിന്ന് അകന്നു. ദക്ഷയാഗം കഥയിലും നമുക്ക് ഇതേ സന്ദർഭത്തെ കാണാം. സതീദേവിക്ക്, അതായത് സത്വഗുണ ബുദ്ധിക്ക് പരമേശ്വര ലാഭം ഉണ്ടായതാണ്. എങ്കിലും അച്ഛൻ്റെ യാഗത്തിൽ ആസക്തി തോന്നിയില്ലേ? അപ്പോൾ പരമേശ്വരനെ വിട്ടുപോകേണ്ടി വന്നു. ആത്മീയ ശക്തി കൊണ്ട് ഭൗതിക സുഖങ്ങൾ നേടുവാൻ ശ്രമിക്കുന്ന ഒരു സാധകനിലേക്കാണ് കവി നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. അത്തരത്തിലുള്ള കാമന ഒരു സാധകനെ ബാധിച്ചാൽ ആത്മീയ മാർഗത്തിൽ നിന്നും അവൻ അകന്നുപോകും. അപ്പോൾ ലക്ഷ്യബോധമാണ് ആ സാധകനെ രക്ഷിക്കേണ്ടത്. പക്ഷേ മനസ്സ് കാമക്രോധ ലോപമോഹത്തിൽപ്പെട്ടാൽ ലക്ഷ്യബോധത്തിനെയും അത് ഇല്ലാതാക്കും, അഥവാ അകറ്റിക്കൊണ്ടുപോകും. ആധ്യാത്മിക ജ്ഞാനമാകുന്ന രാമനും ലക്ഷ്യബോധമാകുന്ന ലക്ഷ്മണനും മനസ്സിൽ നിന്ന് അകലുമ്പോഴാണ് സീതയാകുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ ആകുന്നത്. അപ്പോൾ ദുരന്തങ്ങൾ, ദുഃഖാനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം. സോദര്യാ പ്രോക്തവാർത്ത വിവശദശമുഖാദ് ഇഷ്ടമാരീചമായ സാരംഗം സരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവതീർബാണഘാതം തന്മായാക്രന്ദ നിര്യാപിത ഭവതനുജാം രാവണസ്താമഹാർഷീത് തേനാർത്തോപി ത്വം മന്ദ കിമപി മുദം അഥാസ്തദ്വധൂപായ ലാഭാത്. ഓം തത്സത്. ഹരി ഓം.